വചനമൊഴി പിറവിക്കാലം 1-ാം ഞായർ. വചനഭാഗം ഉൽപ്പത്തി 1:26-28, പ്രഭാഷകൻ 3:1-9, കൊളോസ്സോസ് 3:8-12, മത്തായിയുടെ സുവിശേഷം 2:13-14-19-23. പിറവി തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയായ ഇന്ന് 3 കാര്യങ്ങളാണ് സഭ അനുസ്മരിക്കുന്നത്. ഓരോന്നിൻ്റെയും ചൈതന്യം പകരുന്ന വ്യത്യസ്ത വചനപ്രഘോഷണങ്ങൾ പഞ്ചാംഗത്തിൽ നൽകുന്നുണ്ട്. പിറവിക്കാലം 1-ാം ഞായറാഴ്ചത്തെ പ്രഘോഷണങ്ങളാണ്. ആദ്യത്തെ ഗണം അബ്രാഹത്തിന് കർത്താവ് 3 വ്യക്തികളായി സന്ദർശിക്കുന്ന കാര്യമാണ് ഒന്നാമത്തെ വായന. ജെസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളുത്തു വരുമെന്ന് യെശയ്യാ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പ്രവചിക്കുന്ന വചനഭാഗമാണ് 2-ാം വായന. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള 3-ാം വായനയിൽ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുന്നതിന് ജനതകൾക്കുള്ള ആഹ്വാനമാണ്. ജനതകളിൽ നിന്നും ജ്ഞാനികൾ ഈശോയെ അന്വേഷിച്ചു വരുന്ന കാര്യമാണ് സുവിശേഷത്തിൽ നിന്നുമുള്ള വചനഭാഗം. ഇന്ന് ഡിസംബർ 28 കുഞ്ഞിപ്പൈതങ്ങളുടെ തിരുനാൾ ദിവസമാണ്. മിശിഹായെ പ്രതി ജീവൻ സമർപ്പിക്കേണ്ടി വന്ന കുഞ്ഞുങ്ങളെ കൃത്യമായി അനുസ്മരിക്കുന്ന ദിവസം. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർത്ത് പ്രാർത്ഥിക്കുകയും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഈശോയുടെ പിറവി തിരുനാൾ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച സഭയിൽ തിരുക്കുടുംബത്തിന്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസവുമാണ്. ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യവംശത്തെ മഹത്വീകരിക്കുകയും ഒരു കുടുംബത്തിന്റെ ഭാഗമായി തീർന്നുകൊണ്ട് കുടുംബ ബന്ധങ്ങളെ വിശദീകരിക്കുകയും മാതാപിതാക്കന്മാർക്ക് വിധേയമായി ജീവിച്ചുകൊണ്ട് മാതൃത്വത്തെയും പിതൃത്വത്തെയും ആദരിക്കുകയും ചെയ്തു. തിരുക്കുടുംബത്തെ പ്രത്യേകമായി ഓർക്കുകയും കൃപാവരങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുമുള്ള 1-ാമത്തെ പ്രഘോഷണം മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചുള്ളതാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് തിരുവചനം പറയുന്നു. ഛായയിലും സാദൃശ്യത്തിലും എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഛായയും സാദൃശ്യവും എന്നത് 2 വ്യത്യസ്ത കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതല്ല. മൂലഭാഷയിൽ അത് രണ്ടും ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. തിരുവചനത്തിന് വെളിച്ചത്തിൽ അത് വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മനുഷ്യനെ ദൈവമക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചു എന്ന കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 5:3 അനുസരിച്ച് ആദത്തിന് ഛായയിലും സാദൃശ്യത്തിലും ഒരു മകൻ ജനിക്കുന്നു. ഛായയിലും സാദൃശ്യത്തിലുമായിരിക്കുക എന്ന് പറഞ്ഞാൽ മക്കളായിരിക്കുക എന്നതാണ് അർത്ഥം. മാതാപിതാക്കന്മാരുടെ ഛായയിലും സാദൃശ്യത്തിലുമാണല്ലോ മക്കൾ ജനിക്കുന്നത്. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവമക്കളുടെ സ്ഥാനത്ത് സൃഷ്ടിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ സത്താപരമായ ദൈവമക്കൾ എന്നല്ല, ദൈവമക്കളുടെ സ്ഥാനം നൽകി സൃഷ്ടിക്കപ്പെട്ടു എന്നതാണ്. 1 യോഹന്നാൻ 3:1 നാം കാണുന്നു, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു, അങ്ങനെയാണ് താനും. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ആ സ്ഥാനം നഷ്ടപ്പെടുത്തി ഈശോ മിശിഹായിലൂടെ അത് വീണ്ടെടുത്തു. അങ്ങനെ നാം മിശിഹായിൽ ദത്തുപുത്രരായി. ദൈവത്തിന്റെ സൃഷ്ടിയിൽ മനുഷ്യനുള്ള അനന്യതയാണ് ഈ തിരുവചനത്തിലൂടെ വ്യക്തമാക്കുന്നത്. ആ അനന്യത മക്കൾ എന്ന സ്ഥാനം ഉണ്ട് എന്നതാണ്. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നമ്മൾ. നിങ്ങൾ ദൈവഭവനത്തിലെ അംഗങ്ങളാണ് എന്ന് പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. 2-ാമത്തെ പ്രഘോഷണം പ്രഭാഷകന്റെ പുസ്തകത്തിൽ നിന്നുമുള്ളതാണ്. മക്കൾക്ക് മാതാപിതാക്കന്മാരുടെ കടമയാണ് ഇവിടെ പറയുന്നത്. അവരുടെ വാക്കുകേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് പ്രഭാഷകൻ ഉപദേശിക്കുന്നത്. അവരെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മാതാപിതാക്കന്മാരോടുള്ള ആദരവിന്റെ പ്രതിഫലം എന്താണ് എന്നും തിരുവചനം പറയുന്നു. പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു, നിക്ഷേപം കൂട്ടിവെക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന മക്കൾ അവരെ സന്തോഷിപ്പിക്കും. പ്രാർത്ഥന കർത്താവ് കേൾക്കും, ദീർഘകാലം ജീവിക്കും, അനുഗ്രഹത്തിന് പാത്രമാകും, മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. നല്ല കുടുംബങ്ങൾ രൂപപ്പെടുന്നത് നല്ല മാതാപിതാക്കൾ ഉണ്ടാകുമ്പോഴാണ്. അവരെ ബഹുമാനിച്ചും ആദരിച്ചും അനുസരിച്ചും മക്കൾ വളരുമ്പോൾ അത് ദൈവത്തിന്റെ ഭവനമായി തീരും. ദൈവസ്നേഹം അനുഭവിക്കുവാൻ കുടുംബത്തിന് സാധിക്കും. പൗലോസ് കൊളോസോസിലെ സഭയ്ക്ക് ലേഖനത്തിലൂടെ
കർത്താവിനാൽ നയിക്കപ്പെടുന്ന കുടുംബം എപ്രകാരമുള്ളതായിരിക്കണമെന്നാണ് പറയുന്നത്. കർത്താവിന് യോഗ്യമായ വിധം ഭാര്യ ഭർത്തൃബന്ധം ഉണ്ടായിരിക്കണം. വിധേയത്വത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ആയിരിക്കണം അത്. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ അനുസരണത്തിൻ്റെയും അംഗീകരിക്കലിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെ ഭാവങ്ങൾ കുടുംബങ്ങളിൽ നിലനിൽക്കണമെന്ന് ശ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രൻ സ്വന്തമാക്കിയ കുടുംബത്തെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. ദൈവപുത്രൻ അവതരിച്ച കുടുംബമാണ് എങ്കിലും പ്രതിസന്ധികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. ആ അവസരങ്ങളിലെല്ലാം ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ച് ദൈവിക പദ്ധതികളോട് സഹകരിച്ച് കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്ന യേശുപിതാവിനെയും അതിനോട് ചേർന്ന് നിൽക്കുന്ന പരിശുദ്ധ മറിയത്തെയും കാണാം. തിരുക്കുടുംബം ഈജിപ്തിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ചു വരുന്നതുമായ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് ശ്രമിക്കുന്നത്. മിശിഹായുടെ മനുഷ്യാവതാരത്തോടുള്ള 2 പ്രതികരണങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാണുന്നത്. മിശിഹായെ സ്വീകരിക്കുന്ന കുടുംബവും അവിടുത്തെ തിരസ്കരിക്കുന്ന കുടുംബവും. ഈശോയെ തേടി വന്ന് അവിടുത്തെ ആരാധിക്കുന്ന ജ്ഞാനികളും മിശിഹായുടെ ജനനത്തിൽ അസ്വസ്ഥരായി അവിടുത്തെ വധിക്കാനൊരുങ്ങുന്ന ഹെരോദേസും കൂട്ടരും. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുന്ന തിരുക്കുടുംബത്തെയാണ് സുവിശേഷത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്കുള്ള മാതൃകയാണ് തിരുക്കുടുംബം. മിശിഹായുടെ വളർത്തുപിതാവായി തിരഞ്ഞെടുക്കപ്പെട്ട യോസേഫ് ദൂതന്റെ വാക്കുകളാൽ നയിക്കപ്പെടുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. മിശിഹായുടെ ജനനത്തോടുള്ള മറ്റൊരു പ്രതികരണമാണ് ഹെരോദേസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഹെരോദേസ് അസ്വസ്ഥനായി എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇവിടെ വ്യക്തമാക്കുകയാണ്. യഹൂദന്മാർക്ക് ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവനെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങുന്ന ഹെരോദേസിനെയാണ് ഇവിടെ കാണുന്നത്. പ്രാണരക്ഷാർത്ഥം ഈജിപ്തിൽ അഭയം പ്രാപിക്കുകയാണ് തിരുക്കുടുംബം. പഴയ നിയമത്തിൽ പലയാവർത്തി ഈജിപ്ത് അഭയസ്ഥാനമായി മാറുന്നുണ്ട്. അബ്രാഹം, ഇസ്രായേലും മക്കളും, ജെറോബോവാം, ഊറിയ എന്നിവർ ഈജിപ്തിൽ അഭയം തേടിയവരാണ്. പഴയ നിയമത്തിന്റെ അവസാന കാലമായപ്പോഴേക്കും ഈജിപ്തിൽ ധാരാളം യഹൂദ കോളനികൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഈജിപ്തിലേക്കുള്ള പലായനത്തിലൂടെ ഇസ്രായേലിന്റെ ഈജിപ്തിലേക്കുള്ള പലായനത്തെ മിശിഹ സ്വന്തമാക്കുന്നു. ഹെരോദേസിന്റെ മരണത്തിന് ശേഷം ഈജിപ്തിൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യൗസേപ്പിന് നിർദ്ദേശം കൊടുക്കുകയാണ്. ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെടുക. കുടുംബത്തിന്റെ സംരക്ഷണത്തിലുള്ള യൗസേപ്പിന്റെ പങ്കാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. യൗസേപ്പിനോട് ദൂതൻ പറയുന്നത് ശിശുവിന്റെ ജീവൻ അന്വേഷിച്ചിരുന്നവർ മരിച്ചിരിക്കുന്നു എന്നാണ്. ഈ വചനം പുറപ്പാട് 4:19 നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മിദ്യാനിലേക്ക് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കർത്താവ് അരുൾ ചെയ്തു, നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർ മരിച്ചു കഴിഞ്ഞു. നീ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുക. അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഇസ്രായേലിനെ രക്ഷിക്കുവാനായി മൂശ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോയതുപോലെ മനുഷ്യകുലത്തെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി മിശിഹ ഇസ്രായേലിലേക്ക് മടങ്ങുന്നു. അർക്കലാവോസ് അവന്റെ പിതാവായ ഹെരോദേസിന്റെ സ്ഥാനത്ത് യൂദയ ഭരിക്കുന്നു എന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകാൻ യൗസേപ്പ് ഭയപ്പെട്ടു. ഹെരോദ് മഹാരാജാവിന് ശേഷം പാലസ്തീന പ്രദേശം അവന്റെ 3 മക്കൾക്കായി വിഭജിച്ചു നൽകി. ഹെരോദ് അർക്കലാവോസ് യൂദയായുടെയും, ഹെരോദ് അന്തിപ്പാസ് ഗലീലിയായുടെയും, ഹെരോദ് ഫിലിപ്പ് ഉത്തൂറിയ ത്രാണിക്കോസ് പ്രദേശങ്ങളുടെയും ഭരണാധിപന്മാരായി. ഹെരോദ് അർക്കലാവോസ് ക്രൂരനായ ഭരണാധികാരിയായിരുന്നു. അതിനാൽ AD 7 റോമാ ചക്രവർത്തി അയാളെ സ്ഥാനഭ്രഷ്ടനാക്കി നാട് കടത്തി. യൂദയ റോമൻ ദേശാധിപതി നേരിട്ട് ഭരിക്കുവാൻ തുടങ്ങി. ഈശോയുടെ പരസ്യയുദ്ധകാലത്ത് പീലാത്തോസ് ആയിരുന്നല്ലോ ദേശാധിപതി. ഈജിപ്തിൽ നിന്നും തിരുക്കുടുംബം തിരിച്ചു വരുന്ന അവസരത്തിൽ ഹെരോദ് അർക്കലാവോസിനെ ഭയപ്പെട്ട് ഗലീലിലേക്ക് തിരുക്കുടുംബം താമസിക്കുവാൻ തീരുമാനിക്കുന്നു. പഴയ നിയമത്തിൽ ഒരിക്കൽ പോലും പരാമർശിച്ചിട്ടില്ലാത്ത സ്ഥലമാണ് നസറത്ത്. എന്നാൽ ഏശയ്യാ 11:1 പറയുന്നുണ്ട്, ജെസ്സയുടെ കുറ്റിയിൽ നിന്നൊരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്നൊരു ശാഖ പൊട്ടിക്കിളിർത്തും. ഇവിടെ ശാഖ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഹീബ്രു പദം നസർ എന്നാണ്. നസർ എന്ന മൂലപദത്തിൽ നിന്നുമാണ് നസ്രത്ത് എന്ന സ്ഥലനാമം ഉണ്ടാകുന്നത്. ഏശയ്യായുടെ പ്രവചനം ഒന്നാമതായി ബാബിലോണിയൻ അടിമത്തത്തിലായിരുന്ന യൂദാഭവനത്തിൽ നിന്ന് തിരിച്ചു വരുന്ന ജനത്തെയാണ് ഉദ്ദേശിക്കുന്നത്. എങ്കിലും അത് യൂദാ വംശത്തിൽ നിന്ന് വരാനിരിക്കുന്ന
മിശിഹായിലേക്കാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഏതായാലും സാധാരണക്കാരന്റെ ഭാഷയിൽ ഒരു നന്മയും വരികയില്ലെന്ന് ഒരു നന്മയും വരികയില്ലാത്ത സ്ഥലമെന്ന് കരുതപ്പെട്ടിരുന്ന നസ്രത്ത് മിശിഹ വാസസ്ഥലമാക്കുകയും അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മിശിഹായുടെ കുരിശിന്റെ മുകളിൽ എഴുതിയിരുന്ന ഫലകത്തിൽ നസ്രായൻ എന്നാണ് എഴുതിയിരുന്നത്. മിശിഹായുടെ നാമമായി നസ്രായൻ എന്ന് പാരും. മിശിഹായുടെ നാമമായി നസ്രായൻ എന്ന പേര് മാറിയിരുന്നു. തിരുക്കുടുംബത്തിന്റെ ജീവിതവും പലവിധത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയായിരിക്കട്ടെ. തിരുക്കുടുംബം നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.